അധികാരത്തിലെത്തിയതിനു പിന്നാലെ നിരവധി നിയമങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് കൊണ്ടുവന്നത്. ഇപ്പോഴിതാ 41ഓളം രാജ്യക്കാർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഈ രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസാവിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് നീക്കം. ഇതോടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കടക്കം നിയന്ത്രണങ്ങൾ വരും. ആദ്യത്തെ 10 രാജ്യങ്ങൾ ഉൾപ്പെട്ട ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണുള്ളത്. ഇവിടെ നിന്നുള്ളവരുടെ വിസ പൂർണ്ണമായും റദ്ദാക്കാനാണ് തീരുമാനം. എറിത്രിയ, ഹെയ്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നീ 5 രാജ്യങ്ങളാണ് രണ്ടാമത്തെ പട്ടികയിലുള്ളത്. ഇവർക്ക് ഭാഗിക നിയന്ത്രണമാണ് ഉണ്ടാവുക. ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, കുടിയേറ്റ വിസകൾ എന്നിവ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം. മൂന്നാമത്തെ പട്ടികയിൽ 26 രാജ്യങ്ങളാണുള്ളത്. പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കാനാണ് തീരുമാനം. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പട്ടികയിൽ മാറ്റമുണ്ടാവാമെന്നും നിലവിലെ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതടക്കമുള്ള നടപടികൾ അമേരിക്കയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ നിരവധി രാജ്യങ്ങൾക്ക് വിസാ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്.